അത് നോക്ക്. ദാസു ചിരി. സ്മൈൽ. സ്വാഗതം. അസുനെ കാണുന്നില്ല. ഇപ്പൊ സമയം രാവിലെ 7:20 വീട്ടിൽ നിന്ന് 4:20 ഇറങ്ങി. ഇപ്പൊ നാഗർകോവിൽ എത്തിയിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് യാത്രയെ കുറിച്ചുള്ള കാരണങ്ങൾ കാര്യങ്ങൾ പറയാം. ഇപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ടാറ്റ പറ വാസുകി. സ്വാഗതം. വാസുകിയുടെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ്. നമ്മൾ നാഗർകോവിലെ മലനിരകൾക്കിടയിലൂടെ ഹൈവേ മധുര ഹൈവേയിലൂടെ ഇങ്ങനെ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയല്ല, നേരെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പൊ നാഗർകോവിൽ കഴിഞ്ഞു. മധുര റൂട്ടാണ്, മധുര റൂട്ട്. നമ്മൾ പോകുന്നത് മധുരയിലല്ല, അടുത്തൊരു എവിടെ പോകുന്ന ബസ്. ഞാനൊരു ചികിത്സാ സംബന്ധമായ കാര്യത്തിന് വേണ്ടി തമിഴ്നാട്ടിലോട്ട് പോവുകയാണ്. കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയി പറയാം അല്ലേ? എന്തൊരു വയലാണത്, നെൽകൃഷി. ഇവിടെ കുറെ പശു ഉണ്ട്. നേരെ പിടി ക്യാമറ, അത് കാണട്ടെ. ഓക്കെ, അടിപൊളി. ഇതാണ് മല, നമ്മൾ അടുത്ത് നിൽക്കുകയാണ് മല. പിടിക്കണം, എന്നാലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും കേട്ടാ. കറക്റ്റ് ഫ്രെയിം ആയിരിക്കണം, കുലുങ്ങാൻ പാടില്ല. ഈ വണ്ടിയിലൊക്കെ കാണുന്ന കറക്റ്റ് മലകളൊക്കെ എടുത്ത് പിന്നെ നല്ലൊരു വീഡിയോ എടുക്കാറുണ്ട്. അല്ല ഇങ്ങനെ കുണുങ്ങി പറഞ്ഞില്ലേ? കാറ്റടി യന്ത്രം പിൻമില്ലുകൾ വീട്ടിൽ സ്ഥാപിക്കാം കേട്ടോ. അത് ഓരോ ഇതിപ്പം ഇവിടെ ഇരിക്കുന്ന ഒരാളതല്ല, പല വ്യക്തികളുടെ പേരിലിരിക്കുന്ന സാധനമാണ്. കൂടുതൽ ആളുകൾ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സർക്കാർ തന്നെ സബ്സിഡി കൊടുക്കുന്നുണ്ട് തോന്നുന്നത്. കറക്കി പിടി, ഇങ്ങനെ കറക്കി വെയിലടിക്കുന്നതുകൊണ്ട് ആയി. ഈ കാഴ്ചകളെ പറയാനുള്ള ഒരു കാര്യമാണ്, നല്ല കുടുക്കുണ്ട്. അല്ല, പക്ഷെ കല്ലൊക്കെ കേറി ഓ നേരത്തൊക്കെ കാണുന്ന നമ്മളെ മാപ്പൊക്കെ വേറെ കുടുങ്ങിപ്പോയി. നമ്മളെ വണ്ടി കുടുക്ക കാണുന്നോണ്ട് വരി വേറെ മാറിപ്പോയി. കഴുത്തോടിയ കഥ പറഞ്ഞോളൂ. അച്ഛൻ്റെ കഴുത്ത് ഒരിക്കലും ഉറക്കത്തില്ല. 2022 നടന്ന സംഭവമാണ്. ഇത് വരെ മനസ്സിൽ നിന്ന് ഇതുപോലെ കളഞ്ഞിട്ടില്ലത്. കഴുത്ത് ഉളുക്കി. എങ്ങനെ ഉളുക്കി? രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബസ് പേടിപ്പിച്ചെന്നെ. ചാടി എണിച്ചപ്പോ കഴുത്ത് എന്തരാ പോലെ ഡിസ്ക് നേരെ പിടി കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരും അറിയട്ടെ, ഞാൻ ഇതാരും പറഞ്ഞില്ല. സത്യം അവരോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും നാട് മുഴുക്കെ കേട്ടോ. വസു ഇങ്ങനെ ഉറക്കത്ത് ഇരുന്നപ്പം ചെവി ഇട്ടോ എന്ന് വെച്ച് അമ്മ പിടിച്ചേരാ കേട്ടാ. ടോ വെച്ചപ്പോഴ പെട്ടെന്ന് ചാടി എണീറ്റപ്പം കഴുത്തങ്ങ് മിന്നി പിടിച്ച്, വലതോട്ട് മിന്നി പിടിച്ച്. ക്യാമറ നേരെ പിടി, ഇത് തല നേരെ പിടി വസു പിടിച്ച്. അപ്പോൾ മിന്നി പിടിച്ചപ്പം കഴുത്ത് ഇങ്ങനെ ഉളുക്കിയിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് തൈലൊക്കെ ഇട്ട് നമ്മൾ ഉളുക്ക് അങ്ങ് മാറി, വേദന മാറിയില്ല. വേദന ഇങ്ങനെ കൊണ്ടു കിടന്ന് 1-2 ആഴ്ച കഴിഞ്ഞപ്പം വേദന കയ്യിലോട്ട് മാറി, കൈ വെക്കാൻ വയ്യ, ചോള് വേദന, ശരീരവേദന, നടുവേദന എല്ലാം ആയി, കാലിലോട്ട് കഴപ്പായി, അതിനായ വിഷയമായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്തുള്ളൊരു നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് കയറി കൊടുക്കും. ചെന്ന് കയറി അതിനെ പണി കിട്ടി. അവർ MRI സ്കാനിങ് അത് ഇതൊക്കെ എടുത്ത് കുറേ പൈസ ചിലവാക്കി. ഡിസ്ക് ബൾജായി, ഞരമ്പ് ഡിസ്കിലോട്ട് ഇങ്ങനെ വളഞ്ഞ് അകത്തോട്ട് കയറി, ചതഞ്ഞ് അകത്തോട്ട് കയറി സംഭവം. അപ്പോൾ അത് ആദ്യം ഒരു കിംസിലെ ഒരു ഡോക്ടറെ കണ്ടത്, അവിടെ വന്നപ്പോൾ പുള്ളി ഭയങ്കര ഡിമാൻഡ്, തൊട്ടുപോയി നോക്കാതെ സ്കാനിങ് എടുത്തെന്ന്. അപ്പോൾ സ്കാനിങ് ചെയ്ത് നമ്മൾ വന്നപ്പം പുള്ളിക്കാരൻ വീട്ടിൽ പോയി. പിന്നെ അടുത്ത ആഴ്ച ഉള്ളതെന്ന് പറഞ്ഞു. എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പോയ ഗുളിക ഒന്നും തന്നതുമില്ല. ஊரில் போனால் உள்ள தள்ளி போனோன்னா லெஃப்ட்டில் ரோடு போகும், சரியான சிக்னல் வரும், அங்கே அப்படி போயிருங்க. ഓക്കെ, താങ്ക് യു. മാമാള് കിറ്റാടിയാണെന്ന് സൂപ്പറായിട്ട് പറയുന്നുണ്ട്. എന്തരാവൻ അച്ഛൻ പറഞ്ഞു തുടങ്ങി. വേറെ ഡോക്ടറെ കണ്ട് അദ്ദേഹം നമുക്ക് ഗുളിക തന്നു. ഒരു 5-6 മാസം മരുന്ന് കഴിച്ച് കയ്യിലോട്ടുള്ള കഴപ്പും പ്രശ്നങ്ങളൊക്കെ മാറാതെ വന്നു.
അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര ഗുരുതരമായ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു എക്സസൈസ്, ചെറിയൊരു എക്സസൈസ് ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ മേക്കപ്പ് ചെയ്ത് പോയിരുന്നു. ജോലിക്കൊന്നും പോകാൻ 1 വർഷത്തോളം ജോലിക്ക് പോയില്ല. കഴുത്തിൽ ബെൽറ്റൊക്കെ ഇട്ട് ഗ്ലാമറായിട്ട് ഇരുന്ന് കുറച്ച് ദിവസം. നല്ല ചൂടായതുകൊണ്ട് അതിനെ ഒഴിവാക്കി. അതിനിടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കാനൊക്കെ പോകും. കാറിൽ പോകുമ്പോൾ ബെൽറ്റ് ഇടും. വീഡിയോയിലൊന്നും ഞാൻ ബെൽറ്റ് ഇടുന്ന കാണിച്ചിട്ടില്ല അല്ലേ. ഇനിയാടാ அவங்க അക്യുപഞ്ചർ ചികിത്സ ഉണ്ട്, അത് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ അവരെ സ്വന്തം ഡോക്ടറൊക്കെ ഉണ്ട്, അപ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞ് പിന്നെ എപ്പോഴും ശല്യം ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തായാലും എൻ്റെ കഴുത്ത് വേദന മാറണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ചാടി. അക്യുപഞ്ചറാണെങ്കിൽ അക്യുപഞ്ചർ. അങ്ങനെ എന്നെ പഞ്ചറായിട്ട് വിട്ട് കഴുത്തിലിട്ട് കുത്തി. കുത്താതാണ് കഴുത്തിൽ ഞാൻ നടുവിലും മുതുവിലൊക്കെ എന്താണ് പെൻസിലൊക്കെ ഇട്ട് കുത്തി അവിടെ കുറച്ച് പയറും അരിമണിയൊക്കെ വെച്ച് പൊട്ടിച്ചു വിടും അല്ലേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് പ്രസ് ചെയ്യാൻ പറയും. അപ്പോൾ എനിക്ക് വേദന കൂടുന്നല്ലാതെ കുറയുന്നില്ല. അതും ശേഷം 2 മാസം പോയി. അവസാനത്തെ കുത്തിയപ്പോൾ എൻ്റെ കഴുത്തിന് നീരക്കായി. അവസാനം കഴുത്ത് ഒട്ടും തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞ്, ഇപ്പോൾ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞപ്പം അപ്പോൾ അതങ്ങനെ സംഭവിക്കില്ല, അത് ഇതാണ്, ആനയാണ് ചേനയാണ്, അവർ കുറേ ഡയലോഗ് അടിക്കും. ഇപ്പോൾ ചികിത്സ നല്ലതായിരിക്കാം, എനിക്കറിയത്തില്ല, എനിക്കത് ഓക്കെ ആയില്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് സംസാരിച്ച് മാന്യമായിട്ട് തന്നെ സംസാരിച്ചത് അത് ശരിയായില്ല എനിക്ക്. അപ്പോൾ അവർ കിഴിയിട്ടാൽ ശരിയാവുമെന്ന് പറഞ്ഞ് ഒരു 1500 രൂപയും കൊണ്ട് വാ, അത് നമുക്ക് കിഴിയിടാന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ തോർത്ത് കൊടുത്ത് എടുക്കാൻ വേണ്ടി തൊട്ട് ഫ്രണ്ടിലൊരു കടയുണ്ട്, ടെക്സ്റ്റൈൽസ്. അവിടെ പോയി തോർത്ത് മേടിച്ചിട്ടാണ് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അതിൻ്റെ കടയിലെ മുതലാളി പറഞ്ഞ്, എനിക്ക് ഈ കഴുത്ത് വരെ 20 വർഷമായി, പോവാത്ത ഹോസ്പിറ്റലില്ല, ചികിത്സകളില്ല, ആയുർവേദത്തിൻ്റെ തന്നെ. അങ്ങനെ അത്യാവശ്യം നമ്മളെ നാട്ടിൽ സാമ്പത്തികം ഉള്ള ഒരു ടീമാണ്, ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാപ്പിൽ നമ്മളൊരു സർക്കാർ ഡിസ്പെൻസറി ഉണ്ട് ആയുർവേദത്തിൻ്റെ, അപ്പോൾ അതൊന്ന് ചെന്നിട്ട് അവിടെ പൈസ ഒന്നുമില്ല, 5 രൂപ കൊടുത്താൽ നമുക്ക് ടോക്കൺ എടുക്കാം, ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് മരുന്നടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കേട്ട പതിയൊക്കെ അവർ അങ്ങോട്ട് ചാടി. ഇവിടെ എന്തായാലും പൈസ കൊടുത്തിട്ട് ശരിയാവുന്നില്ല. ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ശരിയാകും. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് ചാടി. ഇവിടെയാണ് ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെയും പോയി. സംഭവം ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ കൈയും കാലൊക്കെ പിടിച്ച് ജോയിൻ്റൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ചിടുന്നതും പരിപാടിയൊക്കെ സംഭവം കൊള്ളാം. ചെയ്തതിന് ശേഷം നടുവിനൊക്കെ ഉള്ള ആ നടുവിൻ്റെ പിടുത്തവും അങ്ങനെയുള്ള കാര്യം, നടുവേദനയൊക്കെ അങ്ങ് മാറി, ഓക്കെ ആയി. അതും കഴിഞ്ഞ് അത് 1 മാസം 3 തവണ ചെയ്തായിരുന്നു, 3 പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ജോലി ചെയ്യായിരുന്നപ്പം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇപ്പം വണ്ടി ഓടിക്കാനും ജോലി ചെയ്യാനും അതേ സൈഡിൽ ഷോൾഡർ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട്. നടുവിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സോൾവായി. കഴുത്തിൻ്റെ ഡിസ്കും ഒക്കെ എല്ലാം സ്ട്രൈറ്റായി. പക്ഷേ ഞരമ്പിൻ്റെ ആ ചുളുക്ക് മാത്രം മാറിയിട്ടില്ല, അതിപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ, തമിഴ്നാട്ടിൽ നിന്നൊരു പയ്യൻ എൻ്റെ പ്രായമുള്ള ആളാണ് പയ്യൻ തന്നെ. പുള്ളി നമ്മുടെ നാട്ടിൽ വന്ന് സെറ്റിലായാണ്, അവിടെ താമസം തുടങ്ങി. ഞാൻ കഴുത്തിൽ വെറ്റിട്ടുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആള് കണ്ടാൽ പറഞ്ഞിട്ടേ നമ്മുടെ നാട്ടിലൊരു വൈദ്യനുണ്ട്, പുള്ളി കണ്ടു കഴിഞ്ഞാൽ അത് റെഡിയാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. 3 വർഷം 2022, 2024 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ, മഹേഷിനെ വീണ്ടും കണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അസുഖം കുറവില്ല, അത് ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമുക്ക് അവരുടെ നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഇദ്ദേഹത്തെ കണ്ട് പുള്ളിക്കാരൻ കയ്യിലൊക്കെ പിടിച്ച് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പിടിയൊക്കെ പിടിച്ച് 2 ശബ്ദവും കഴുത്തിലൊക്കെ ഞെട്ടൊടിയുന്ന പോലെ 2 ശബ്ദമൊക്കെ കേട്ട് തൈലവും തന്ന് ഒരു ലേഹ്യം പോലെ സാധനം തന്നു. എല്ലാം കൂടെ 500 രൂപ ഉണ്ടാവുള്ളൂ, 500-600 രൂപയാവുള്ളൂ ഡോക്ടർ ഫീസും എല്ലാം കൂടെ എല്ലാ ദിവസവും. എന്നിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞ് 1.5 മാസമായി സംഭവം. എന്താ കഴിച്ച് കഴുത്തിന് നല്ല ആശ്വാസമുണ്ട് ഇപ്പം. വേദന കുറഞ്ഞില്ലെങ്കിലും ഒരു 75-80% ഓക്കെയാണ്. രണ്ടാമത് ചെല്ലണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും എനിക്ക് ഒന്നും കൂടെ പോയി ഒന്ന് കാണണം. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ്. പോകുന്ന വഴിക്ക് ഇനി അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ല, മകേഷ് എന്നാണ് അവൻ്റെ പേര്. അവൻ നാട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. നാട്ടിൽ വഴി കയറേണ്ടതുകൊണ്ട് വന്ന് ഞാനിവിടെ എത്തി. എന്നിട്ട് വന്നിട്ട് ലൊക്കേഷൻ മാപ്പൊക്കെ സേവ് ചെയ്തിട്ട് നമ്മൾ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജ്യോതിയും വാസുവും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളൊരു ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്ത് വരികയാണ്. നേരെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വൈദ്യനെ കണ്ടിട്ട് മകേഷ് മാമൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. അതെ, മകേഷ് മാമൻ്റെ വീട്ടിൽ പോകും. അപ്പം വൈദ്യനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ
വൈദ്യനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വിളിച്ച് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് വരിക. ഞാൻ കുറച്ച് ഓക്കെയാണ്, പൂർണ്ണമായിട്ടും ഓക്കെ അല്ല, കുറച്ച് ഹാപ്പിയാണ്. മറ്റേതിന് ഈ കഴുത്ത് തിരിക്കാനും പറ്റില്ല, മേലോട്ട് നോക്കാൻ പറ്റില്ല, വണ്ടി ഓട്ടിക്കുമ്പോൾ ഷോൾഡർ വേദന. ഇപ്പോൾ അതൊക്കെ ആശ്വാസമുണ്ട്, ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് ചികിത്സയെ വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവം ആശ്വാസമുണ്ട്. തുച്ഛമായ പൈസ ആയുള്ളൂ കാണുന്നതിന്. വലിയ കൊള്ള നമ്മളെ നാട്ടിലെ പോലെ കൊള്ളയും കൊലയൊന്നും ഇല്ല അവിടെ. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് പോകുന്ന വൈദ്യൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, അവിടെ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നമുക്ക് ടോക്കൺ എടുക്കണം. എവിടേക്ക് നോക്കള് ഭയങ്കര കാറ്റല്ലേ, കുടക്കായ പറക്കുന്നു. അപ്പോൾ നമ്മൾ വൈദ്യനെ കാണാൻ അവിടെ അടുത്തെത്തിയിട്ടുണ്ട്. കഴുത്ത് വിളിക്കായിരുന്നു, ഞരമ്പ് പ്രശ്നമായിട്ട് ഇപ്പോൾ വന്ന് അദ്ദേഹം ചെയ്തായിരുന്നു. കുറച്ച് ഓക്കെയാണ്. വേലയ്ക്ക് പോകാൻ മുടിയല്ലേ? വേലയ്ക്ക് വേറെ ജോലി ചെയ്യുമ്പോൾ ഈ സൈഡ് റൈറ്റ് സൈഡ് വേല ചെയ്യുമ്പോൾ ഫുഡ് എപ്പോൾ കഴിക്കും? കാലിൽ എത്ര മണിക്ക് കഴിക്കണം? 8-8:30. ആഫ്റ്റർനൂൺ 1 o'clock. നൈറ്റ് 8-8:30. വർക്ക് എന്നാ വർക്ക്? വർക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് അടുപ്പൊക്കെ ഉണ്ട്. ഈ ശേഷം തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഇവിടെ വന്ന ശേഷം ഒരുപാട് ഹോസ്പിറ്റലൊക്കെ പോയി, വ്യത്യാസമുണ്ട്. ஆனா வீட்டில் நீங்கள் நீவி விடுவீங்களா? இங்கே தேய்ச்சி விடும். சாப்பாடு அதுக்கப்புறம் கரெக்டாக சாப்பிட்டுட்டு இருக்கீங்களா? இப்போ സമയത്ത് പ്രശ്നം കഴിഞ്ഞു. வேற சுகர் ப்ரெஷர் இந்த மாதிரி எதுவும் உண்டா? இல்லை ஒன்றும் கிடையாது. இல்லை படுத்து கை ஷோல்டர் எல்லாம் டிக்கு சவுண்ட். அது எப்படி தெரியுமா, அங்கே ஜவ்வு கிழிஞ்சது, ஜவ்வு விட்டது. அது இவங்க என்னன்னா ரொம்ப நாளாவே வச்சுக்கிட்டே இருந்திருப்பாங்க. அது பெயினா இருக்கு. இது வந்து கொஞ்சம் கொஞ்சமா கிளியர் ஆகும். ஏன்னா நாங்க வந்து நீவுறதுக்கும் நீங்க நீவுறதுக்கும் டிஃபரெண்ட் இருக்கு பதிலா, அதுதான் ப்ராப்ளம். இது காலையில ஃபுட்டு കഴിച്ചാ ഇല്ല കഴിച്ചില്ല. അത് രാവിലെ நாம 4 o'clock அங்கிருந்து வந்துட்டு இருக்கேன். കേരള എവിടെ പ്ലേസ്? കേരള വർക്കല കാപ്പില്. 2 വർഷമായി കേരള ട്രീറ്റ്മെന്റ്. அலோபதி ஆயுர்வேதம். அவங்க என்ன ப்ராப்ளம் சொன்னாங்க? அது என்ன டிஸ்க் ப்ராப்ளம்னு சொன்னேன். ഹോസ്പിറ്റലിൽ ഇറങ്ങി അഭ്യാസനെ കണ്ടല്ലേ എനിക്ക് പൊട്ടിച്ചേരല്ല. അടുത്തതൊരു തൊട്ട് കടയിൽ തണുത്ത മോര്, എന്താ കമ്പം പോലെ, എന്താണ് കമ്പക്കൂള്, പിന്നെ മുളക. മോര്, ഉള്ളി, പേസ്റ്റ്, തേങ്ങ ഇറക്കാം. തേങ്ങ നമ്മൾ എന്നൊക്കെ ചേർക്കും? കമ്പമുള്ള ഇത് മനസ്സിലാവും. ഇത് മുളകാ. എന്തിനൊന്നും അറിഞ്ഞൂടെ, വേണമെങ്കിൽ തിന്നിട്ട് വാടേ. പിള്ളേരെ എവളോ എത്രയുള്ള നമ്മളെ 50 രൂപ അടിക്കാൻ 20 രൂപ 20 രൂപ. മുളകുണ്ട്, ഇത്ര ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം. നമ്മളെ ജോത്സ്യനല്ലേ ശരീരം മൊത്തം ഉടച്ചിട്ട് പുള്ളിയായ വേദനയും പ്രശ്നമുള്ള കാരണം ഇനി ഒരു 15 ദിവസം കഴിഞ്ഞ് വരണം വീണ്ടും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്തിട്ട് പുതിയൊരു വീഡിയോ തുടങ്ങാൻ പോവാണ്. അപ്പം ബായ് ബായ് പറ. താങ്ക് യു. വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക.